അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായി ഒമാനിൽ നാട്ടിലെത്തിയിട്ട്. ഒമാനിൽ വരുന്ന സമയത്ത് ഒരു ബക്കറ്റ് ലിസ്റ്റ് തന്നെ ഞങ്ങളെടുത്തുണ്ടായിരുന്നു. അതിലേതായാലും എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതാ ഞങ്ങൾ പോകാനുമായി. കുറച്ച് അമ്പലം വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സാധിച്ചില്ല. ഉറക്കാണ് മെയിൻ വില്ലൻ. രാവിലെ അങ്ങോട്ട് പൊന്തുന്നില്ലാന്നേ. ഇതന്നെ അൺപ്ലാൻഡ് ആണ്. നമ്മൾ കോഴിക്കോട്ടുള്ള തളി ക്ഷേത്രത്തിലേക്കാണ് ഈ പോക്ക്. അടുത്തുള്ള അമ്പലമൊന്നും കവർ ചെയ്യാണ്ട് നേരെ ടൗണിലേക്ക് പോണത് എന്താണെന്നല്ലേ. അടുത്തുള്ള അമ്പലം ഈ സമയമാകുമ്പോഴത്തേക്കൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടാവും. ഈ പുറപ്പെടുന്നത് ഒരു 8:30 ആയിട്ടുണ്ട്. ഇന്നലെ മുതൽ ഒരു സാരീനോട്, അതും കോട്ടൺ സാരീനോട് ഒരു ഇൻട്രസ്റ്റ്. അമ്പലത്തിലേക്ക് സാരി എടുത്താലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അമ്പലത്തിലേക്ക് കോട്ടൺ സാരീസ് ഒന്നും എടുത്ത് പോയിട്ടൊന്നുമില്ല. കല്യാണത്തിനാണ് ഞാൻ സാരി എടുത്ത്, അതും സെറ്റ് മുണ്ട് എടുത്ത് അമ്പലത്തിൽ പോയത്. അതും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ധാവണി പോലും ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും സാരി എടുക്കാൻ തോന്നിയപ്പം തന്നെ അമ്മേൻ്റെ കസ്റ്റഡിയിൽ ഇഷ്ടം പോലെ നല്ല കോട്ടൺ സാരീസ് ഉണ്ട്. അതിൽ നിന്ന് കുറേ എണ്ണം ഞാൻ സെലക്ട് ചെയ്തു. കുറച്ചെണ്ണം ഒമാനിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. വൃത്തിക്ക് സാരി എടുക്കാനൊന്നും എനിക്കറിയില്ല. അമ്മ പക്ഷേ നന്നായിട്ട് ഉടുപ്പിച്ചു. എനിക്കിങ്ങനെ ഭയങ്കര സെറ്റായിട്ടൊന്നും സാരി എടുക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ ലൂസായിട്ട്, എന്താ പറയുക, മനസ്സിലായല്ലോ, ആ ഒരു വൈബിൽ എടുക്കാനാണ് എനിക്കിഷ്ടം. അടുത്തത് മേക്കപ്പാണ്. മേക്കപ്പ് പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ. ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി. അമ്പലത്തിലെത്തുമ്പോഴേക്കും ടൈം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. നടച്ചിട്ടുണ്ടായിരുന്നില്ല, ഒത്തിരി ആളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വലം വെക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണയൊന്നും വന്നപ്പം അത്ര അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ട്. ഒത്തിരി താമരയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കൃഷ്ണൻ. അമ്മ സെറ്റും മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. സാരി ഉടുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അമ്പലമൊക്കെ ചുറ്റി നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 10-10:30. അതെൻ്റെ വയറിന് മനസ്സിലായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അടുത്ത ഒരു പരിപാടിക്ക് നിൽക്കാണ്ട് നേരെ കുറച്ച് 2-3 ഫോട്ടോസ് എടുത്ത് വീട്ടിലേക്ക് വിട്ടു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.